നമസ്കാരം. 2 ദിവസമായിട്ട് നിങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം രണ്ടാമത്തെ മകൾ ദിയയുടെ ഓബയോസ് എന്നുള്ള സ്ഥാപനത്തിലെ 3 സ്റ്റാഫുകൾ അവിടെ നിന്ന് പണം അപഹരണം നടത്തിയതും അതിനെ തുടർന്ന് ഞങ്ങൾ പരാതി കൊടുത്തതും അതിന് പുറകെ അവർ വന്ന് നമുക്കെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുത്തു. അത് വെച്ച് അന്വേഷണം നടത്തി നമുക്കെതിരെ നമ്മുടെ ഈ നോൺ ബെയിലബിൾ വാറണ്ടൊക്കെ നോൺ ബെയിലബിൾ ചാർജസ് വെച്ച് നമ്മളെ അകത്താക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. പക്ഷേ ഇതിനകത്ത് ഇതൊക്കെ നടക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം. അതുകൊണ്ട് എല്ലാവിധ നടപടികളും നമ്മളെടുക്കും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു മാനസികമായ റിലീഫും സന്തോഷവും ഒക്കെ തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ പലതരം വീഡിയോസും എല്ലാം ഇറങ്ങിയിരുന്നതിനെ പറ്റി. അപ്പം ഞാൻ ഇന്നലെ കുറേ സമയമെടുത്തു. ഇന്നലെ ഞങ്ങൾ വെളുപ്പാങ്കാലം 4 മണി വരെ ഏകദേശം ഞങ്ങളെല്ലാ വീഡിയോസ് കണ്ടതിൻ്റെ താഴെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ നോക്കി. അതിൽ നിന്ന് അങ്ങേയറ്റം സന്തോഷം തോന്നിയത് കേരളത്തിലെ എല്ലാ സഹോദരങ്ങളും ഇതിനകത്ത് ആരൊക്കെ വന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ പലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കേരള സമൂഹത്തിൻ്റെ പക്വതയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഞങ്ങൾ ഒരു സാധാരണ കുടുംബമാണ്. സാധാരണ കുടുംബം എന്ന് പറയാൻ കാര്യം ഞാൻ സിനിമയിലൊക്കെ വലിയൊരു സ്റ്റാറോ ഒന്നുമല്ല. ഞാൻ സിനിമയിൽ കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ഭാര്യയും മക്കളുമൊക്കെ ഇന്ന് ഇൻഫ്ലുവൻസേഴ്സാണ്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നു പലതരം. എന്നാൽ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഞങ്ങളോട് വളരെ മോശം കമൻ്റ് എഴുതുന്നവർ. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആരോടും ഒരു പ്രത്യേക ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നും അപ്പുറത്ത് അവർ കൊടും ക്രൂരമായ നടപടികളാണ് അവർ ചെയ്തതെന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവിടെ ജാതിമത വ്യത്യാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ചിന്തയോ ഒന്നുമില്ലാതെ അതിൻ്റെയൊക്കെ അപ്പുറം അതിൻ്റെ മുകളിൽ നിന്ന് കേരള സമൂഹത്തിൻ്റെ പക്വത കാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളെയും കുടുംബത്തെയും എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്ന് ഞങ്ങൾക്ക് വേണ്ടി ധാരാളം പേര് പ്രാർത്ഥിച്ചതായിട്ടും വളരെ നല്ല ആശംസ വാക്കുകളിലൂടെയൊക്കെ ഇതൊക്കെ ഞങ്ങളിങ്ങനെ വായിക്കുകയായിരുന്നു. ഇത് ഞങ്ങൾ വായിച്ചതും കണ്ടതുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എത്രയോ പേർ എവിടെയൊക്കെയോ നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് നന്മ വരണമേ, നല്ലത് വരണമേ എന്ന് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവരോട് എല്ലാവരോടും ഈ എല്ലാ സഹോദരങ്ങളോടും ഞങ്ങൾക്ക് അകമഴിഞ്ഞ നന്ദിക്ക് പുറമേ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു റിലീഫുണ്ട്. കാരണം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്കാരെയില്ല, അത് ആൺമക്കളായാലും പെൺമക്കളായാലും പ്രത്യേകിച്ച് ഒരു പെൺമക്കൾ അതിലൊരാൾ ഗർഭിണിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർക്കെതിരെ ഈ നോൺ ബെയിലബിൾ ചാർജസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിഷമിക്കും. കാരണം ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങളെ തൂക്കിയിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടത്തില്ല. അത് നാട്ടുകാർക്കറിയാം. അപ്പോഴൊക്കെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ന്യായം കിട്ടാതെ എത്ര പേര് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കാരണം സത്യം ചെയ്തിട്ടും പലപ്പോഴും പലതരത്തിൽ കാണുന്നതും കേൾക്കുന്ന ആൾക്കാർ തോന്നും അവരാണല്ലോ തെറ്റുകാരെന്ന് പറയുക, അവർക്കെതിരെ കുറേ ആരോപണങ്ങൾ വരിക. ഇതൊക്കെ താങ്ങാൻ പറ്റാത്ത സമൂഹത്തിൽ ആരുമായും ബന്ധമില്ല, എവിടെയും ചെന്ന് പറയാനില്ലാതെ എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറേ ആലോചിച്ചു. ഞാനുമൊക്കെ ഇനി തൊട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിന് മുൻപ് തീർത്തും തെറ്റായ കാര്യങ്ങളിൽ അഭിപ്രായം പറയണം, നമ്മൾ ഇടപെടണം. പക്ഷേ ഒന്നും അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ പറയും എപ്പോഴും റിയാക്ട് ചെയ്യരുത്. നമ്മൾ ഇനി തൊട്ട് റെസ്പോണ്ട് ചെയ്യണം. റിയാക്ട് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ നമ്മൾ അവൾ ശരിയല്ല അവൻ ശരിയല്ല ഇങ്ങനെ പറയും. ഇനി നമ്മൾ ഞാനും കുറച്ചുകൂടിയൊക്കെ പക്വത കാണിക്കണം. കാരണം കേരള സമൂഹം ഇത്രയും പക്വത കാണിക്കുന്ന സമയത്ത് ഇനി റെസ്പോണ്ടേ ചെയ്യാവൂ, ഉത്തരവാദിത്തത്തോടെ നമ്മൾ അഭിപ്രായം പറയാവുന്ന ഒരു തോന്നൽ മനസ്സിലൂടെ പോയി. കാരണം അത്രമാത്രം മനസ്സിലൂടെ നമുക്കൊരു പ്രഷർ കടന്നു പോയിരുന്നു. ഞാൻ എല്ലാത്തിനും ചിരിച്ചു കാണും. കാരണം വെച്ചാൽ മക്കളോടും പറഞ്ഞു കൊടുക്കും, എന്തോ വലുത് നല്ലതായിട്ട് സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളൊന്ന് വീഴും. അത്തരം ഒരു വീഴ്ച പോലെ നമ്മൾ കണ്ടാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റും ഇന്ന് വരെ അറിഞ്ഞു ചെയ്തിട്ടില്ല, പിന്നെ വലിയ കള്ളങ്ങൾ പറയാറില്ല. മക്കളെയും പഠിപ്പിച്ചതാണ് നമ്മൾ നേരെ രീതിയിൽ ജീവിക്കുക. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റുമ്പോഴത്തേക്ക് ഈ സത്യം കറങ്ങി തിരിഞ്ഞു വരും. എത്ര വിഷമകരമായ ഘട്ടത്തിലൂടെ പോയാലും നമ്മളെ തേടി സത്യം വരും, നീതി വരും. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി വേണം ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാൻ. പക്ഷേ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്ന പൂർണ്ണ വിശ്വാസത്തോടെ മക്കളോട് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. സ്വാഭാവികമായിട്ടും ഒരു ഗർഭിണിയായ പെൺകുട്ടിക്ക് അവളുടെ പണം പോയതിന് പുറമെ അവൾക്കെതിരെ വല്ലാത്ത രീതിയിലുള്ള, അതായത് മാനസികമായി തകർക്കാം എന്ന് വിചാരിച്ച് അവർ ആ സൈഡിൽ നിന്ന് കുറേ ആരോപണങ്ങൾ വന്നപ്പോൾ അവിടെ പൊട്ടിപ്പോകുന്നൊരു സ്റ്റേജ് അവന് ഇല്ല. അതെങ്ങനെയാണ്? ഈ സമയത്ത് വേണം നമ്മൾ ഈ കൊടുങ്കാറ്റിനെ മറികടക്കണം. വരാൻ പറഞ്ഞു. സാധാരണ ഞാൻ ഒരു ചാനലിൻ്റെ ആൾക്കാരെ വിളിച്ചറിയിച്ചില്ല. എല്ലാ മീഡിയ സുഹൃത്തുക്കളും എനിക്കുണ്ട്. കാരണം ഞാൻ ഈ മേഖലയിൽ നിന്ന് ദൂരദർശൻ ഒരു അനൗൺസറും ന്യൂസുകളുമായിട്ട് ഇതുപോലെ റിപ്പോർട്ടറായിട്ട് വന്നതാണ്. സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കുഞ്ഞുങ്ങളായിരുന്നു. അവിടെ നിന്ന് വളർന്നു വന്നവരാണ് ഈ കാണുന്നത് മുഴുവൻ.
പക്ഷെ ഞാൻ അന്നൊക്കെ ഇതും പെൺകുട്ടികളാണെന്ന് വെച്ച് നമ്മൾ അടങ്ങിയിരുന്നു. പക്ഷെ നമുക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഇനി നമ്മുടെ ഭാഗം നാട്ടുകാരറിയണം എന്താണെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് വന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മോളെയും കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു ഇരുന്ന് സംസാരിക്കുക. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിച്ചു മാറരുത്, നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം. കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ കൊടുങ്കാറ്റിലൂടെ നമ്മൾ അവരെ പുറത്ത് കൊണ്ടുവന്നാൽ പിന്നെ അവർ അതീവ ശക്തരായി മാറും. ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും എല്ലാം തെളിയിച്ച് പുറത്തു വരാൻ പറ്റും. ആ സമയത്ത് ഈ മക്കളും ഞാനുമെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹത്തോടുകൂടി ഒരു പടിയെങ്കിലും മുകളിലോട്ട് കയറിയിരിക്കും. ഇതിനൊരു അവസരം തന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി. സ്നേഹത്തോടെ കൃഷ്ണകുമാറും സിന്ധുവും അഹാന, ദിയ, ഇഷാനി, ഹൻസിക, ഒപ്പം അശ്വിൻ, പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്കെതിരെയൊക്കെ കേസുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. നന്ദി.